കോതമംഗലം നെല്ലിക്കുഴിയിൽ CPIM ലോക്കൽ കമ്മിറ്റി അംഗത്തെ മർദ്ദിച്ചെന്ന് പരാതി. നെല്ലിക്കുഴി സൗത്ത് ലോക്കൽ കമ്മിറ്റി അംഗം TM അബ്ദുൽ അസീസിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിന് പിന്നിൽ STPI പ്രവർത്തകരാണെന്ന് CPIM ആരോപിച്ചു. ലാൽകൃഷ്ണൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലാൽ, ഈ സംഭവത്തിന് പിന്നിൽ STPI ആണെന്ന് CPIM പറയുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്? ഇന്ന് ഉച്ചയോടുകൂടിയാണ് കോതമംഗലം നെല്ലിക്കുഴിക്ക് സമീപത്ത് മേദല പള്ളിപ്പടിയിൽ വെച്ച് ഈ സംഭവം ഉണ്ടാകുന്നത്. നേരത്തെ ഒരു പള്ളിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചൊരു തർക്കം ഈ പ്രദേശത്തുണ്ടായിരുന്നു. അത് പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കത്തിന് പിന്നാലെ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ കടന്നിരുന്നു. അതിൽ പരിക്കേറ്റ ഒരാളെ കണ്ട് തിരിച്ചു വരുന്നതിനിടയിലാണ് മുൻ പഞ്ചായത്ത് അംഗം കൂടിയായ TM അബ്ദുൾ അസീസിന് മർദ്ദനമേറ്റതായി പറയപ്പെടുന്നത്. ഇദ്ദേഹം ബൈക്കിൽ വരുന്ന വഴിക്ക് കയർ കെട്ടി വഴി തടഞ്ഞ് വീഴ്ത്തിയതിനു ശേഷം കൂട്ടൻ സംഘം ചേർന്ന് ഒരു 7 പേർ ചേർന്ന് ഇദ്ദേഹത്തെ മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ചെറിയ രീതിയിൽ പരിക്ക് പറ്റിയ ഇദ്ദേഹത്തെ കോതമംഗലത്തെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. തുടർ ചികിത്സയും നൽകി വരുന്നുണ്ട്. ഈ തർക്കത്തിൽ പാർട്ടിയും കുടുംബവും ഇടപെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായത് എന്ന് പറയുന്നു. UDFന്റെ പിന്തുണയോടുകൂടി SDPI പ്രവർത്തകർ മർദ്ദിച്ച് അവശനാക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. വിഷയത്തിൽ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനാണ് നിലവിൽ CPIMന്റെ തീരുമാനം. പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തി വരുന്നുണ്ട്. തുടർ നടപടികൾ അതിനുശേഷമായിരിക്കും. എറണാകുളം കോതമംഗലം നെല്ലിക്കുഴിയിലാണ് CPIM ലോക്കൽ കമ്മിറ്റി അംഗത്തെ മർദ്ദിച്ചു എന്നുള്ള പരാതി പുറത്തുവരുന്നത്. ആ പ്രതികരണത്തിലേക്ക്. ഒരു പ്രകോപനമില്ലാതെ ബൈക്കിലാണ് വരുന്നത്. ആ ബൈക്കിന്റെ വട്ടം ഒരു വലിയ ചരട് കെട്ടി റോഡിന് കുറുകെയാണ്. ആളെ മറിച്ച് വീഴ്ത്തി ഒരു 7ഓളം പേര് വരുന്ന സംഘം, ആളുടെ പേരൊക്കെ കൃത്യമായിട്ട് അബ്ദുൾ അസീസിന് അറിയാം, ക്രൂരമായിട്ട് മർദ്ദിച്ച് അവശനാക്കി. പ്രിയപ്പെട്ട അബ്ദുൾ അസീസിനെ വധിക്കാൻ ശ്രമിച്ച, ക്രൂരമായിട്ട് മർദ്ദനത്തിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും വളരെ അടിയന്തര സ്വഭാവത്തോടുകൂടി ഇടപെട്ട് പിടിച്ചില്ലെങ്കിൽ CPM രംഗത്തിറങ്ങുമെന്നുള്ള കാര്യം യാതൊരു സംശയം വേണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.